ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ടി വി എസിൻ്റെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇലക്ട്രിക് സ്കൂട്ടറായ ഐക്യൂബിൻ്റെ ഒരു റീറ്റെയിൽ റിവ്യൂ ചെയ്യാനുള്ളതൊക്കെയാണ് വന്നിട്ടുള്ളത്. സോ ഐക്യൂബിൽ തന്നെ നമുക്ക് 3 വേരിയൻറ്റ്സ് വരുന്നുണ്ട്. ഐക്യൂബ് എസ്, ഐക്യൂബ് എസ് ടി എന്ന 3 വേരിയൻറ്റ്സ് ഉണ്ട്. സോ നമ്മുടെ കയ്യിലുള്ളത് ഐക്യൂബ് എസ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഇ വി സ്കൂട്ടറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാൻ പോകുന്നത്. നിങ്ങളൊരു ഇ വി സ്കൂട്ടർ നോക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. സോ ഫസ്റ്റ് ഡിസൈൻ വൈസ് നോക്കുമ്പോൾ തന്നെ ഈ ഒരു മോഡൽ എനിക്ക് നോർമൽ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി പേഴ്സണലി ഇഷ്ടപ്പെടാനുള്ള കാരണം വെച്ചാൽ ഡിസൈൻ തന്നെയാണ്. കാരണം ഇപ്പം നോർമലി നമ്മൾ കാണുന്ന ഏതൊരു പോലുള്ള മോഡൽസൊക്കെ നമുക്ക് കുറച്ച് തിന്നും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല മെലിഞ്ഞ രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. ബട്ട് ഈ ഒരു മോഡൽ നമ്മൾ നോർമലി കണ്ടുവരുന്ന ആക്റ്റീവ അതുപോലെ തന്നെ യമഹയുടെ ആൽഫ അങ്ങനെയുള്ള മോഡൽസിൻ്റെ ആ ഒരു സെയിം എക്സാക്ട് മൾക്കി ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. സോ ഒരു നോർമൽ സ്കൂട്ടർ കാണുന്ന അതേ ഒരു ലുക്കും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. എനിക്കത് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടു ഒരു ഡിസൈനും കാര്യങ്ങളും. പിന്നെ നമുക്ക് ഫ്രണ്ട് പോർഷനിൽ നോക്കുവാണെങ്കിൽ നമുക്ക് LED ഹെഡ്ലൈറ്റും LED DRലും കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. സോ ഹെഡ് പോർഷനിലായിട്ട് നമുക്കൊരു DRL കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ടേൺ ഓൺ ആക്കി കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു പോർഷനിലാണ് നമുക്ക് LED DRL എന്ന് നൽകിയിട്ടുള്ളത്. ഇൻഷൻ നല്ല വെയിലുണ്ട്, അതുകൊണ്ട് തന്നെ വിസിബിൾ ആണെന്ന് കരുതുന്നു ഞാൻ. സോ അതുപോലെ തന്നെ ഹെഡ്ലൈൻ്റെ പോർഷനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സെൻറ്റർ പോർഷനായിട്ട് നമുക്ക് ഹെഡ്ലൈറ്റ് നൽകിയിരുന്ന LED തന്നെയാണ്. അതുപോലെ തന്നെ ആ ഒറ്റ സ്ട്രിപ്പ് തന്നെയാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് നൽകിയിട്ടുള്ളത്. സോ ആ ഒരു ഒറ്റ കണക്റ്റഡ് സ്ട്രിപ്പ് തന്നെ ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഓവറോൾ നീറ്റായിട്ടുള്ളൊരു ഡിസൈനും കാര്യങ്ങളാണ്. അത്യാവശ്യം മോശമല്ലാത്തൊരു വിസിബിലിറ്റി ആയിരുന്ന ഒരു ഹെഡ്ലൈറ്റ് പോർഷൻ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിനകത്ത് ഡുവൽ ടോൺ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഫ്രണ്ടിൽ വന്നിട്ടുള്ള ആ ഒരു ചെറിയ പോർഷനും അതുപോലെ വൈസറിൻ്റെ പോർഷനും നമുക്ക് ബ്ലാക്ക് ആണ് നൽകിയിട്ടുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് ആ ഒരു ബ്രൗൺ കളറ് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം നീറ്റായിട്ടുള്ള ഡിസൈനാണ്. ഇപ്പോൾ റെയർ പോർഷനിലോട്ട് വരികയാണെങ്കിൽ തന്നെ സൈഡ് പാനലിൽ നമുക്ക് ഐക്യൂബ് എന്നുള്ളൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. സോ അത്രയൊക്കെയാണ് ആ സൈഡ് പോർഷനിലുള്ള ഒരു സ്റ്റിക്കർ വർക്ക് കാര്യങ്ങൾ. പിന്നെ അതിന് തൊട്ട് താഴെയായിട്ട് എസ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് പ്രീവിയസ് മോഡലായിട്ട് ഐക്യൂബ് മോഡൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് മോഡലാണ് ഐക്യൂബ് എസ് എന്ന് പറഞ്ഞ മോഡൽ. ഇനി ഈ റെയർ പോർഷനിലോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു മോഡലിൽ ഒരു LED ടൈലൈറ്റ് കാര്യങ്ങളും അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. ഓക്കെ, ഇനി സീറ്റിൻ്റെ ഭാഗത്തോട്ട് നോക്കുവാണെങ്കിൽ ഈ ഒരു മോഡലിൽ അത്യാവശ്യം വൈഡറായിട്ടുള്ളൊരു സീറ്റ് കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു സ്പേസും കാര്യങ്ങളും റൈഡറിനും അതുപോലെ തന്നെ പില്ലിയനും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റായിട്ടാണ് എനിക്കിത് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല കുഷികളുള്ള സീറ്റാണ്. അപ്പോൾ നമ്മൾ എൻ്റെ വർക്കിലൊക്കെ കണ്ടുവരുന്ന ആ സെയിം രീതിയിലുള്ള റെഡ് കളർ സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡലിൽ നൽകിയിട്ടുണ്ട് TVS. അത്യാവശ്യം നല്ല ഐക്യാച്ചിയാണ്. സോ ഫ്രണ്ട് സീറ്റ് ആണെങ്കിലും നമുക്ക് റയർ സീറ്റ് ആണെങ്കിലും ഒരുപോലെ കുഷനോടുകൂടി തന്നെയാണ് നൽകുന്നത്. സോ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ തന്നെയാണ്. ഗ്രാബ് റൈൽസ് ആണെങ്കിൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാബ് റൈലാണ്. പിന്നെ സെൻറ്റർ പോർഷനിൽ നമുക്കൊരു ബ്ലാക്ക് ലെതർ ഫിനിഷ് പോലെ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. സോ ഓവറോൾ നൈസായിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ സീറ്റിൻ്റെ ഭാഗത്ത് വളരെയേറെ കംഫർട്ടബിളായിട്ട് എനിക്ക് ഇതിൻ്റെ സീറ്റ് ഫീൽ ചെയ്തു കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു മോഡലിൽ നമുക്ക് ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സോ നമുക്ക് ആ ഒരു വൈസറിൻ്റെ പോർഷനിൽ നമുക്ക് സ്മാർട്ട് എക്സ് കണക്റ്റ് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. TVSൻ്റെ എക്സ് കണക്റ്റ് ആപ്പ് കാര്യങ്ങളും യൂസ് ചെയ്ത് നമുക്ക് ഈ ഡിവൈസ് കണക്റ്റിംഗ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ നൽകിയിട്ടുള്ള ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളാണ് കേട്ടോ. അതിൻ്റെ റയർ പോർഷനിൽ നമുക്ക് ഡ്രം ബ്രേക്ക് കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഷാർപ്പായിട്ടുള്ള ബ്രേക്കിംഗ് കാര്യങ്ങളാണ് നമുക്ക് ഫ്രണ്ടിൽ നൽകിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് തന്നെ വണ്ടി നമുക്ക് കൺട്രോളും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി റെയർ പോർഷനിലെ ബ്രേക്ക് കാര്യങ്ങളാണെങ്കിൽ പോലും ഒരു ആവറേജ് ആയിട്ടുള്ള ബ്രേക്കിംഗ് കപ്പാസിറ്റി കാര്യങ്ങൾ നൽകുന്നുണ്ട്. മോശമെന്ന് പറയാൻ രീതിയിൽ എനിക്ക് ബ്രേക്കിങ്ങിൽ യാതൊന്നും തോന്നിയില്ല. ഓക്കെ, ഇനി ടയറിൻ്റെ പോർഷനിലോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത് 12 ഇഞ്ച് ടയേഴ്സാണ് നൽകിയിട്ടുള്ളത്. 90/90 ആണ് ഈ ടയർ സൈസ് കാര്യങ്ങൾ നൽകിയിട്ടുള്ളത്. സോ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് സെയിം ടയർ സൈസ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. 12 ഇഞ്ച് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡിങ് കംഫർട്ട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു മോഡൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പം നോർമലി നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് 12ഉം അതുപോലെ റയർ പോർഷനിൽ 10ഉം തന്നെ കുറച്ച് സ്കൂട്ടേഴ്സ് കാര്യങ്ങളുണ്ട്. സോ അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഈ ഒരു മോഡലില്ല. നമുക്ക് ഫ്രണ്ടും നമുക്കുള്ള റയറും കാര്യങ്ങളും വന്നിട്ടുള്ള സെയിം ആയിട്ടുള്ള ഒരു ടയർ സൈസ് കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡിങ് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു മോഡൽ കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ക്വാളിറ്റി കാര്യങ്ങളൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. നമുക്ക് ഫൈബർ പാർട്സാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ബോഡി പോർഷനിലാണെങ്കിലും നമുക്ക് ഹെഡ് പോർഷനിൽ വന്ന വൈസറിൻ്റെ ഭാഗത്താണെങ്കിലും യാതൊരു ക്വാളിറ്റി ഇഷ്യൂസ് കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ മിറേഴ്സ് ആണെങ്കിലും ആ ഒരു കളറിനോട് ചേർന്ന രീതിയിലുള്ള മിറേഴ്സ് കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള വിസിബിലിറ്റി കാര്യങ്ങൾ നൽകുന്ന മിറേഴ്സ് കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മോഡൽ നമുക്ക് സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷനും അതുപോലെ സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. സോ വണ്ടിയുടെ കയറി ഇരിക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പറയാം. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ സസ്പെൻഷൻ്റെ ഭാഗത്തോട്ട് നമുക്ക് അടുത്ത് നോക്കുകയാണെങ്കിൽ
ഫ്രണ്ടിൽ നൽകിയിട്ടുള്ളത് നമുക്ക് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് നൽകിയിട്ടുള്ളത്. സോ അത്യാവശ്യം നീറ്റായിട്ടാണ് കട്ടർ കാര്യങ്ങളൊക്കെ എടുത്ത് പോകുന്നുണ്ട്. അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടാണ് സസ്പെൻഷൻ കാര്യം ട്യൂൺ ചെയ്തിട്ടുള്ളത്. അതുപോലെ റയർ പോർഷനാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയ രീതിയിലാണ് സസ്പെൻഷൻ കാര്യങ്ങൾ ട്യൂണായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. സോ ഹാർഡർ പോർഷനിലല്ല സസ്പെൻഷൻ കാര്യം അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ട്യൂൺ ചെയ്തിട്ടുള്ളത്. ഈ റയറിൽ നൽകിയിട്ടുള്ളത് നമുക്ക് 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് കേട്ടോ നൽകിയിട്ടുള്ളത്. ഇപ്പം ഈ ഒരു മോഡൽ എസ് ആണെന്ന് ഞാൻ പറഞ്ഞു. സോ ഈ എസ്സിന് തൊട്ട് മുമ്പുള്ള മോഡൽ നമുക്ക് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ കാര്യങ്ങളൊന്നും അല്ല നൽകിയിട്ടുള്ള. സോ ഈ രണ്ട് മോഡൽസ് തമ്മിൽ ഡിഫറൻസിലുള്ള ഒരു കാര്യം ഈ സസ്പെൻഷൻ തന്നെയാണ്. നമുക്ക് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെയാണ് iQube S എന്ന് പറഞ്ഞ വേരിയൻറ്റിലോട്ട് കാര്യങ്ങൾ നൽകിയിട്ടുള്ളത്. ഇനി ഈ ഒരു മോഡലിൻ്റെ മോട്ടറിൻ്റെ ഭാഗത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു മോഡൽ നമുക്ക് ഹബ് മോട്ടർ കാര്യങ്ങളാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ ഒരു പോസിറ്റീവ്സ് പറയുന്നതിനായി ചെറിയ നെഗറ്റീവ്സ് കാര്യം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ ഒരു മോഡലിൽ പഞ്ചറാവുക കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അറിയാണ്ട് വണ്ടി ഡ്രൈവ് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് തീർച്ചയായിട്ടും ആ ഹബ് മോട്ടർ കാര്യങ്ങൾക്ക് ഡാമേജ് കാര്യങ്ങൾ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പഞ്ചർ കാര്യങ്ങളായി വേറൊരു കടയിൽ ചെന്ന് അതിൻ്റെ ടയർ കാര്യങ്ങളത് ചേഞ്ച് ചെയ്യേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ സോ എല്ലാവർക്കും ആ ഒരു ഹബ് മോട്ടർ കാര്യം റിമൂവ് ചെയ്ത് ടയർ ചേഞ്ച് ചെയ്യാൻ കാര്യങ്ങൾ അറിഞ്ഞെന്ന് വരില്ല. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ ആ ഒരു മോട്ടർ കാര്യങ്ങൾക്ക് ഡാമേജ് കാര്യങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതാണ് മെയിനായിട്ടുള്ള ഒരു നെഗറ്റീവ് കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമുക്കിപ്പോൾ ഹൈ റേഞ്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് ഓവർ വെയിറ്റ് കാര്യങ്ങളുള്ള ഒരാളെ നമ്മൾ ക്യാരി ചെയ്യുകയാണെങ്കിൽ ഹബ് മോട്ടർ അത്രത്തോളം എഫിഷ്യൻ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പേഴ്സണലി ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ചെറിയൊരു ഡ്രോബാക്കാണ് ഹബ് മോട്ടർ കാര്യങ്ങളുള്ളത്. സോ അത്രയും വലിയൊരു ഇഷ്യൂ കാര്യങ്ങളല്ല, ബട്ട് ചെറിയൊരു ഒരു വലിച്ചിൽ കാര്യങ്ങൾ ആ ഒരു പുള്ളിങ് കാര്യങ്ങൾ കിട്ടാത്ത ഒരു ഫീലിംഗ് കാര്യങ്ങൾ എനിക്ക് ചില സിറ്റുവേഷനിൽ ഫേസ് ചെയ്യേണ്ടി ഹബ് മോട്ടർ. സോ അത് TVS നിന്ന് മാത്രമല്ല ഹബ് മോട്ടർ തന്നെ മിക്ക ഇലക്ട്രിക് വണ്ടികളുടെയാണ്. പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡ് തൊട്ട് താഴെയായിട്ട് TVSൻ്റെ ഒരു 3D ലോഗോയും അതിന് തൊട്ട് താഴെയായിട്ട് ഇലക്ട്രിക് എന്നുള്ള ഒരു LED സ്ട്രിപ്പ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. നൈറ്റ് കാണുമ്പോൾ കുറച്ച് ഫാൻറ്റസി കാര്യങ്ങൾ തോന്നുന്ന രീതിയിലേക്കാണ് ഡിസൈൻ ചെയ്ത് നൽകിയിട്ടുള്ളത്. എനിവേ നൈസാണ് ആ ലുക്കും കാര്യങ്ങളും. അതുപോലെ തന്നെ ഈ റയർ പോർഷനിലെ ഫുഡ് പാക്ക് കാര്യങ്ങളാണെങ്കിൽ നമുക്ക് പിന്നിന് അത്യാവശ്യം നല്ല കംഫർട്ടബിലിറ്റി ഇരിക്കാൻ രീതിയിലാണ് അത് നൽകിയിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം റിലാക്സ്ഡ് ആയിട്ട് തന്നെ കാലും കാര്യങ്ങൾ വെച്ചിരിക്കാൻ പറ്റുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഇതിനകത്ത് വണ്ടിയിൽ കയറി ഇരിക്കുമ്പോൾ എത്രത്തോളമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, വണ്ടി കയറി ഇരുന്നതിന് ശേഷം സൈഡ് സ്റ്റാൻഡ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമുക്കിവിടെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. സൈഡ് സ്റ്റാൻഡ് തട്ടണം എന്നുള്ള ഇൻഡിക്കേഷൻ. സോ സൈഡ് സ്റ്റാൻഡ് തട്ടിപ്പോൾ അത് പോയി. ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു ഗൈഡ് ലൈൻ കാര്യങ്ങളൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. സോ അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഹൈറ്റിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു ഹൈറ്റ് വരെ 161 സെൻറ്റിമീറ്ററാണ്. സോ ആ ഒരു ഹൈറ്റ് വെച്ച് എനിക്ക് നോർമൽ സിറ്റിങ്ങിൽ ഒരു ഹാഫ് പ്ലാന്റഡ് ഫുഡ് കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. സോ കുറച്ചുകൂടി മുന്നോട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് ഫുൾ പ്ലാന്റഡ് ഫുഡ് കാര്യങ്ങൾ കിട്ടും. സോ അത്യാവശ്യം നല്ല രീതിയിൽ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഹാഫ് പ്ലാന്റഡ് ഫുഡാണ്. ഈ ഒരു വെയിറ്റ് കാര്യങ്ങൾ ക്യാരി ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് ഫീൽ ചെയ്തില്ല. ഒരു 112-114 കിലോഗ്രാമാണ് വണ്ടിയുടെ വെയിറ്റിംഗ് കാര്യങ്ങളും വരുന്നത്. പിന്നെ ഈ ഫുട്ബോളിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ കയറ്റി വയ്ക്കുമ്പോൾ എൻ്റെ കാല് യാതൊരു രീതിയിലും എവിടെയും നമുക്ക് തട്ടുന്നില്ല. യാതൊരു ഇറിറ്റേഷൻ കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നില്ല. നല്ല സ്പേസ് കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ ഹാൻഡിൽ തിരിച്ചാൽ തന്നെ നമുക്ക് മുട്ട് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പക്ഷേ നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഹൈറ്റ് കൂടിയൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിൽ മുട്ടുവാനുള്ള ചാൻസ് എനിക്ക് കാണുന്നുണ്ട്. കാരണം അത്രയ്ക്ക് അടുത്താണ് കാണുന്നത്. കുറച്ചുകൂടി ഹൈറ്റ് കൂടിയ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാല് കുറച്ചുകൂടി മുൻപതിയിൽ വരും. അപ്പോൾ ആ ഒരു ഹാൻഡിൽ മുട്ടാനുള്ള ചാൻസ് കാണുന്നുണ്ടോ എനിക്ക് ഫീൽ ചെയ്തു. സോ നിങ്ങളൊന്ന് മസ്റ്റായിട്ട് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഒരു ഹൈറ്റ് ആയിരിക്കും കുറഞ്ഞൊരു വ്യക്തിക്ക് അത് ഇഷ്യൂസും കാര്യങ്ങളും വരും. ഓക്കെ, ഇപ്പോൾ മീറ്റർ ഭാഗത്ത് വരികയാണെങ്കിൽ നമുക്കൊരു ഫുള്ളി ഡിജിറ്റൽ TFT മീറ്റർ കൺസോൾ കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. സോ ഈ ഒരു ഇൻഡിക്കേഷൻ കാര്യങ്ങൾ നൽകിയിട്ടുള്ളത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ്. സോ ഈ ഓൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ആക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ലിവർ ഒന്ന് പുഷ് ചെയ്യുക. നമുക്ക് റൈറ്റ് സൈഡിലുള്ള ആ ഒരു മോഡ് സ്വിച്ച് കാര്യങ്ങൾ പ്രസ് ചെയ്താൽ വണ്ടി സ്റ്റാർട്ട് ആവുക കാര്യങ്ങൾ ചെയ്യും. സോ അതിന് മുമ്പ് ഞാൻ സ്വിച്ചസ് കാര്യങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. റൈറ്റ് സൈഡിൽ നമുക്ക് ഈ അസാഡ് ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെ പാർക്കിങ്, റൈറ്റ് സൈഡിൽ തന്നെ ഒരു മോഡ് സ്വിച്ച്, ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഡിമ്മും ബ്രൈറ്റും പാസും കാര്യങ്ങളും ഒറ്റ സ്വിച്ച് തന്നെയാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് കൺട്രോൾ യൂണിറ്റ് കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ, ഹോൺ. സോ ഇത്രയും ബേസിക് സ്വിച്ചസ് കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഫുള്ളി ഡിജിറ്റൽ TFT ഡിസ്പ്ലേ ആണ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല വിസിബിളാണ് കേട്ടോ ഡിസ്പ്ലേ കാര്യങ്ങൾ. ഇപ്പോൾ ഇതിനകത്ത് നൽകിയിട്ടുള്ളത് നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് സ്പീഡോമീറ്റർ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് പെയറിങ് കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ബാറ്ററി ഇൻഡിക്കേഷൻ, റേഞ്ച്, കോൾ അലേർട്ട്, മെസ്സേജ് അലേർട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ടോപ്പ് ഓപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ടോപ്പിലായിട്ട് നമുക്ക് ടൈമും ഡേറ്റും കാര്യങ്ങളൊക്കെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് താഴെ നമുക്ക് ട്രിപ്പ് 1 ട്രിപ്പ് 2 ഓഡോമീറ്റർ, അതുപോലെ തന്നെ ബാറ്ററി ഇൻഡിക്കേഷൻ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. വാട്ട് കാര്യങ്ങൾ ആവറേജാണ്. സോ ഇപ്പോൾ വണ്ടി ഓൾറെഡി ഇപ്പോൾ സ്റ്റാർട്ടാണ്. ഇപ്പോൾ ടേൺ ഓഫ് ആക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ബ്രേക്ക് പിടിച്ച് വീണ്ടും ഒന്ന് സ്വിച്ച് വയ്ക്കാം റിമോട്ട് സ്വിച്ചിൽ.
ഇപ്പോൾ വീണ്ടും ഞെക്കുമ്പോൾ ടേൺ ഓൺ ആവും കാര്യങ്ങൾ ചെയ്യും. സോ ഈസിയാണ്. ബ്രേക്ക് ലിവർ പുഷ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു സ്വിച്ച് കാര്യങ്ങൾ പ്രസ് ചെയ്യേണ്ടത്. ഇപ്പോൾ വണ്ടി മൂവ് ആവണം, ഓൾറെഡി സ്റ്റാർട്ടിങ്ങിലാണ് ഈ ഒരു ഡിസ്പ്ലേ കാര്യങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് ബാറ്ററി പെർസെൻറ്റേജ് ആണ് ചെയ്യുന്നത് 64%. ഇവിടെ ഡിസ്റ്റൻസ് ടു എം ടി ആണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ 68 കിലോമീറ്ററാണ് നമുക്ക് ഡിസ്റ്റൻസ് ടു എം ടി കാര്യങ്ങൾ കാണിച്ചേക്കുന്നത്. ഇനി ഈ ഒരു മോഡൽ എക്കോ മോഡലുള്ളതാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. ഇനി നേരെ ഇത് പവറിലോട്ട് മാറണമെങ്കിൽ ജസ്റ്റ് മോഡൽ മാത്രം പ്രസ് ചെയ്താൽ മതി, പവറായി. പവർ ആകുമ്പോൾ ഡിഫറൻസ് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 20 കിലോമീറ്റർ അടുത്താണ് ഇതിൻ്റെ ഡിഫറൻസ് വരുന്നത്. ഇപ്പോൾ 48 കിലോമീറ്ററായി ഡിസ്റ്റൻസ് ടു എം ടി കാര്യങ്ങൾ. സോ പവറും എക്കോയും തമ്മിലുള്ള എൻ്റയർലി ഡിഫറൻറ്റ് വരുന്നത് 20 കിലോമീറ്റർ ആണ്. പിന്നെ അതിൽ ചെറിയ വേരിയേഷൻ വരുന്നത് ഡിപ്പെൻസ് ഓൺ ദ റൈഡിങ് കാര്യങ്ങളൊക്കെ വെച്ചാണ്. അപ്പോൾ ഈ ഒരു മോഡലിൽ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ ഈ ജോയിസ്റ്റിക്ക് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ജനറൽ സെറ്റിങ്സ്, ബ്ലൂടൂത്ത് സെറ്റിംഗ്, മൈ വെഹിക്കിൾ, പ്രൈവസി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പോർഷനിലായിട്ട് ഈ ജോയിസ്റ്റിക്ക് വെച്ച് തന്നെ കൺട്രോളും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ്. സെറ്റിങ്സ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനും ഈ ഒരു സ്വിച്ചസ് കാര്യങ്ങൾ മതി നിങ്ങൾക്ക്. ഒരു മീറ്റർ കൺസോൾ കാര്യങ്ങൾ നൽകിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ, പിന്നെ നമുക്ക് മിറേഴ്സ് ആണെങ്കിലും തിരക്കേറ്റില്ലാത്തൊരു വിസിബിലിറ്റി കാര്യങ്ങൾ നൽകുന്ന മിറേഴ്സ് കാര്യങ്ങളാണ് കേട്ടോ. മോശമായിട്ടുള്ള ക്വാളിറ്റി കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ഈ ഒരു പോർഷനിൽ നമുക്ക് ഹുക്ക് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപോലെ സീറ്റിൻ്റെ ഡൗൺ പോർഷനിലാണെങ്കിൽ നമുക്കൊരു ഹുക്ക് കാര്യങ്ങളുണ്ട്. പിന്നെ ചാർജിങ് കാര്യങ്ങളൊക്കെ നമുക്ക് നൽകുന്നത് ചാർജിങ് പോർട്ട് കാര്യങ്ങൾ വരുന്നത് നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ. ഫ്രണ്ട് പോർഷനിൽ തന്നെ ചാർജിങ് സോക്കറ്റ് കാര്യങ്ങൾ നൽകിയിട്ടുള്ളത്. ഏകദേശം ഒരു 0 to 80% ചാർജ് ആവാൻ ഏകദേശം 4 hours 30 minutes ആണ് ഈ ഒരു വണ്ടി ചാർജിങ് ടൈം കാര്യങ്ങൾ എടുക്കുന്നത്. സോ ഈ ഒരു മോഡലിൽ നമുക്ക് പാർക്ക് അസിസ്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. സോ പാർക്ക് അസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ബ്രേക്ക് ലിവർ പുഷ് ചെയ്തിട്ട് പാർക്ക് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പാർക്ക് അസിസ്റ്റ് ആയി. സോ ഇപ്പോൾ ഫോർവേഡിലാണ് കിടക്കുന്നത്. ജസ്റ്റ് ഒന്ന് ആക്സിലേറ്റർ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലോട്ട് പോകും. അതുപോലെ തന്നെ ജസ്റ്റ് പാർക്കിൽ ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത റിവേഴ്സ് കാര്യങ്ങളായി. സോ ജസ്റ്റ് ഒന്ന് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ റിവേഴ്സായി. സോ സിമ്പിൾ കാര്യമാണ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള യാതൊരു കാര്യമില്ല. സോ ഇതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളാണ്, ഏതൊരാൾക്കും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ടേൺ ഓഫ് ആക്കണമെങ്കിൽ ജസ്റ്റ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ലോങ് പ്രസ് ചെയ്താൽ മതി. ബ്രേക്ക് പിടിച്ചിട്ട് ഓണാക്കാൻ ബ്രേക്ക് പിടിച്ചിട്ട് ലോങ് പ്രസ് ആ മോഡിൽ കൊടുത്താൽ മതി. സോ ഇത്രയും കാര്യങ്ങളാണ് ഏതൊരാൾക്കും വൺ ടൈം യൂസ് ചെയ്ത് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് TVS നൽകിയിട്ടുള്ളത്. അതിൽ നമുക്ക് ഒത്തിരിയേറെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആൻറ്റി തെഫ്റ്റ് അലേർട്ട് കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡൽ എനേബിളാണ്. ലൈവ് ലൊക്കേഷൻ സ്റ്റാറ്റസ്, അതുപോലെ തന്നെ USB ചാർജിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മോഡൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കോൾ അക്സെപ്റ്റ്, റിജക്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മീറ്റർ കൺസോൾ വഴി തന്നെ എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. മൊബൈൽ ആപ്പ് അലേർട്ട്, അങ്ങനത്തെ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു മോഡൽ നൽകിയിട്ടുണ്ട്. ഇത് കളർ വേരിയൻറ്റ് വരുന്നത് നമുക്ക് 3 എണ്ണമാണ്. പിന്നെ ഇതിൻ്റെ ബാറ്ററി കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫുട്ബോളിലാണ് ഇതിൻ്റെ ബാറ്ററി കാര്യങ്ങൾ നൽകിയിട്ടുള്ളത് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി പറയാനുള്ളത്, നിങ്ങൾ വെയിറ്റ് ഉള്ള കാര്യങ്ങളൊന്നും ഈ ഒരു ഫ്ലോട്ട് ബോർഡ് കയറി വയ്ക്കല്ലേ. നമുക്കറിയാം ഇപ്പോൾ നമ്മൾ സ്കൂട്ടേഴ്സിലേക്ക് നമ്മൾ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ലോഡ് കാര്യങ്ങൾ കൊണ്ടുവരാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം ഈ ഒരു വണ്ടിയിൽ വയ്ക്കേണ്ടില്ല. കാരണം ഫുള്ളി ലോഡറായിട്ടുള്ളൊരു ബാറ്ററി കാര്യങ്ങളാണ് നിങ്ങളുടെ കാലിൻ്റെ തൊട്ട് താഴെയായിട്ടിരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് ഹെവി വെയിറ്റ് കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം കൊടുക്കാതിരിക്കാൻ നോക്കുക എന്നുള്ളത് ഞാൻ പേഴ്സണലായിട്ട് പറയുകയുള്ളൂ. മേ ബി സേഫ്റ്റിയുടെ ഭാഗത്ത് എനിക്ക് തോന്നുന്നു ഇച്ചിരി ബെറ്റർ ആ ഒരു പ്രഷർ കാര്യങ്ങളോട് കൊടുക്കാത്തതായിരിക്കും. പിന്നെ ഇനി കിലോമീറ്റർ റേഞ്ച് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയുടെ കിലോമീറ്റർ റേഞ്ച് വരുന്നത് എക്കോണമിയിൽ നമുക്ക് 100 കിലോമീറ്റർ ആണ് ക്ലെയിം ചെയ്തത് കമ്പനി. പിന്നെ പവർ മോഡിൽ ഒരു 75 കിലോമീറ്റർ ആണ് പറയുന്നത്. ആ 2 കിലോമീറ്ററിലും ഡിപ്പെൻഡ്സ് നമ്മുടെ റൈഡിങ് വെച്ച് വേരിയേഷൻസ് കാര്യങ്ങൾ വരാം. സോ അവർ ടെസ്റ്റ് ചെയ്ത ഒരു റൈഡിങ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഞാൻ ഓടിച്ച് കാണിച്ചു തരാം. എക്കോ മോഡൽ മാക്സിമം പവർ എത്ര വരും എന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, മാക്സിമം പുഷ് ചെയ്താണ് നമ്മൾ നോക്കുന്നത്. ഒരു 53 ഒക്കെ എത്തുമ്പോഴത്തേക്കും സാച്ചുറേറ്റ് ആവണം. 53 പുഷ് ആവുന്നില്ല. മാക്സിമം 52 വരെയാണ് നമുക്ക് എക്കോ മോഡിൽ കിട്ടുന്ന ഒരു ടോപ്പ് സ്പീഡ് കാര്യങ്ങൾ. സോ മാക്സിമം റേഞ്ച് കാര്യങ്ങൾ കിട്ടുന്നത് എക്കോ മോഡ് തന്നെയാണ്. പക്ഷേ ടോപ്പ് സ്പീഡ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 52 ആണ് ഏറ്റവും പുഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഡെയിലി കിലോമീറ്റർ ഒരു 50 നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ യാതൊരുവിധ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇനി പവർ മോഡിലോട്ട് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് ടോപ്പ് സ്പീഡ് കിട്ടുന്നത് ഒരു 80 കിലോമീറ്റർ അടുത്താണ് അതിൻ്റെ ടോപ്പ് സ്പീഡ് കാര്യങ്ങൾ കിട്ടുന്നത്. മാക്സിമം പുഷ് ചെയ്ത് നമുക്കൊരു 80 വരെയാണ് മാക്സിമം എത്താൻ പറ്റുന്നത്. 78-80 ആ റേഞ്ചിലൊക്കെയാണ് നമുക്ക് മാക്സിമം കിട്ടുന്ന ഒരു ടോപ്പ് സ്പീഡ് കാര്യങ്ങൾ. സോ നിങ്ങൾ ടോപ്പ് സ്പീഡ് കാര്യങ്ങൾ നോക്കണ്ട. ഇപ്പോൾ നോർമൽ സ്കൂട്ടേഴ്സ് ആണെങ്കിലും ഇപ്പോൾ DO ആണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ജൂപ്പിറ്റർ അങ്ങനത്തെ മോഡൽസ് എല്ലാം നോക്കുമ്പോൾ നമുക്കൊരു 80 ആണ് പുഷ് ചെയ്യുന്നത്. പെൻഡോർക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 90 വരെ പുഷ് ചെയ്യുന്നുള്ളൂ. പക്ഷേ സോ അതൊക്കെ സ്കൂട്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ നോർമൽ സ്പീഡ് കാര്യങ്ങളാണ്. പക്ഷേ അത്യാവശ്യം വേണ്ട ഒരു സ്പീഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മോഡലിലുണ്ട്. അതുപോലെ തന്നെ ഇനീഷ്യൽ ടോർക്ക് എക്സാക്റ്റ്ലി നമുക്ക് ഇമ്പ്രസ് ചെയ്യുന്ന രീതി തന്നെയാണ്. കാരണം സഡൻ ആയിട്ടുള്ളൊരു ടോർക്ക് ആക്സിലറേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്കൂട്ടറിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. സോ അത് വളരെയേറെ സാറ്റിസ്ഫൈങ് ആണ്.
നിങ്ങൾ ഓവർടേക്ക് ചെയ്യുകയാണെങ്കിലും യാതൊരുവിധ ലാഗോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ബെറ്റർ ദാൻ പെട്രോൾ വണ്ടിയുടെ കാര്യമാണ്, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പവർ കാര്യങ്ങളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സ്കൂട്ടറിന് അത് കിട്ടും. ഓക്കെ, അതിനകത്ത് വരുന്നത് വാറണ്ടി നമുക്ക് വരുന്നത് 3 ഇയർ വാറണ്ടി കാര്യങ്ങളൊക്കെയാണ് നൽകുന്നത്. അതുപോലെ തന്നെ 1 ഇയർ റോഡ് അസിസ്റ്റൻസ്, അതുപോലെ 1 ഇയർ അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മീറ്റർ കൺസോൾ കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഇനി IQൻ്റെ എസ് എന്ന് പറഞ്ഞ മോഡലിൻ്റെ പ്രൈസ് തന്നെ നോക്കുകയാണെങ്കിൽ 1,72,000 ആണ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മിനിമം ഡൗൺ പേയ്മെൻറ്റ് കാര്യങ്ങൾ വരുന്നത് 28K ആണ് ഇതിൻ്റെ മിനിമം ഡൗൺ പേയ്മെൻറ്റ് കാര്യങ്ങൾ വരുന്നത്. സോ എറൗണ്ട് ഒരു 5K അതുപോലെ തന്നെ 4 to something ഒക്കെയാണ് നമുക്ക് മന്ത്ലി EMI കാര്യങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് TVSൻ്റെ IQ ബേസ് എന്ന് പറഞ്ഞ മോഡലിൻ്റെ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങൾ. ഞാനൊന്നും മിസ് ഔട്ട് ചെയ്തില്ലാന്ന് ചോദിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചാർജിങ്ങിൻ്റെ കാര്യമാണെങ്കിലും നമുക്ക് ഇതിനകത്ത് ഫാസ്റ്റ് ചാർജ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എറൗണ്ട് ഒരു 2 to 3 hours തന്നെ ഫാസ്റ്റ് ചാർജ് കാര്യങ്ങളാവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ അങ്ങനത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ EMI അതുപോലുള്ള കാര്യങ്ങളെ പറ്റിയാണ് കൂടുതൽ അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷോറൂം പേഴ്സണെ കോൺടാക്ട് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ദെൻ. ബൈ ബൈ.